പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ഉം 29-ഉം തിരുലിഖിതങ്ങൾ. യേശുനാഥൻ ഈ കാര്യത്തെക്കുറിച്ച് ദൈവമക്കൾക്ക് നൽകുന്ന ഒരു ഉത്ബോധനമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ഉം 29-ഉം തിരുലിഖിതങ്ങൾ. ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായി കർത്താവ് പഠിപ്പിക്കുകയാണ്. അവർക്ക് വായിച്ചേ. കർത്താവായ യേശു ശബ്ദമുയർത്തി പഠിപ്പിക്കുകയാണ്, ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം ഇതാ വരുന്നു. അപ്പോൾ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന ആ സമയത്ത് ശരീരങ്ങൾ മണ്ണിൽ നിന്ന് ഉയർത്തു വരും. നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ. അപ്പൊ ഉയർപ്പ് ആർക്കെല്ലാം ഉണ്ട്? ഞാൻ പിന്നെ വിചാരിച്ചിരുന്നത് നല്ല വിശുദ്ധന്മാരായ ആളുകൾക്ക് മാത്രമേ ഉയർപ്പുള്ളൂ എന്നാ വിചാരിച്ചിരുന്നത്. എന്നാൽ ദൈവപുത്രനായ യേശു ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും അന്ന് പുറത്തു വരും. ഭൂമി കിടക്കുന്നവരെല്ലാം ഭൂമി വിട്ടുകൊടുക്കും. ആകാശത്തിൽ ബഹിരാകാശത്ത് പോയിട്ട് കുറെ പൊടിയായി ബഹിരാകാശത്ത് കിടപ്പുണ്ട്. ബഹിരാകാശത്ത് പൊടിയായി കിടക്കുന്നവരെ ബഹിരാകാശം വിട്ടുകൊടുക്കും. കടലിൽ പോയി കടലിന്റെ അടി കുറെ എണ്ണം കിടപ്പുണ്ട്. കടലിന്റെ അടി കിടക്കുന്നത് സമുദ്രം വിട്ടുകൊടുക്കും. ഇത് നമ്മൾ കാണുന്നത് വെളിപാടിന്റെ പുസ്തകത്തിലാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്ന വലിയൊരു വെളിപ്പെടുത്തലാണ്. 20-ാം അധ്യായം 13-ാം തിരുലിഖിതം. വെളിപാടിന്റെ പുസ്തകം 20-ാം അധ്യായം 13-ാം തിരുലിഖിതം. തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു. മരണവും പാതാളവും തങ്ങളിൽ ഉണ്ടായിരുന്ന, മരണവും പാതാളം എന്ന് പറഞ്ഞാൽ നിത്യനരകത്തിൽ കുറെ ആത്മാക്കൾ കിടപ്പുണ്ട്. നിത്യനരകം ആ ദിവസം ഈ മനുഷ്യപുത്രന്റെ സ്വരം ഉയരുമ്പോ നരകവും അങ്ങോട്ട് വിട്ടുകൊടുക്കും. മരണവും പാതാളവും തങ്ങളിൽ ഉണ്ടായിരുന്നവർ വിട്ടുകൊടുത്തു. സർവ മണ്ഡലങ്ങളിലുള്ള മൃതരായ മനുഷ്യരെ മുഴുവനും അന്ന് ദൈവപുത്രന്റെ സന്നിധിയിൽ സമ്മേളിച്ചു. മരണവും പാതാളവും തങ്ങളുണ്ടായിരുന്ന വിട്ടുകൊടുത്തു. സമുദ്രം തങ്ങളുണ്ടായിരുന്നവരെ വിട്ടുകൊടുത്തു. ഭൂമി തങ്ങളുള്ളവരെ വിട്ടുകൊടുക്കും. ആകാശം തങ്ങളുള്ളവരെ വിട്ടുകൊടുക്കും. സർവ്വ മണ്ഡലങ്ങളിലുള്ളവര് തങ്ങളിൽ ഉണ്ടായിരുന്നവരെ വിട്ടുകൊടുത്തു. അവരെല്ലാവരും യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ സമ്മേളിക്കും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളെ വേർതിരിക്കുന്നത് പോലെ രണ്ടായിട്ട് വേർതിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമുക്ക് നിർദ്ദേശം നൽകി. അവരെല്ലാവരും താങ്കളുടെ പ്രവൃത്തികൾക്ക് അനുസൃതം വിധിക്കപ്പെട്ടു. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവപുത്രനായ യേശു കൽപ്പിക്കുമ്പോൾ, ശബ്ദമുയർത്തുമ്പോൾ കല്ലറകൾ പിളരും. സർവ മനുഷ്യരും ഭൂമിയിൽ നിന്ന്, മരിച്ച സർവ മനുഷ്യരും ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിന്, തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായി പുറത്തു വരും. ശിക്ഷാവിധിയുടെ ഉയർപ്പിന്. ഇപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. നിങ്ങളിത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കും. നിങ്ങളിത് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കും. നിങ്ങളിങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന സമയത്ത് എന്തായിരിക്കും നിങ്ങളുടെ സ്ഥിതി? നന്മയുടെ ഉയർപ്പിനാണോ ശിക്ഷാവിധിയുടെ ഉയർപ്പിനാണോ നിങ്ങളുടെ പുറത്ത് വരണത്? നിങ്ങളുടെ ശരീരം എന്തായിരിക്കും എന്ന ശരീരത്തിന്റെ ഷേപ്പ്? ദാനിയേൽ പ്രവചനത്തിൽ 12-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം, ദാനിയേൽ 12:2 പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും. അനേകർ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നാണ് അർത്ഥം. അനേകർ ഉണരും. ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന എല്ലാവരും ഉണരും. ചിലർ നിത്യജീവനായും അനേകർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കും എടുത്ത്. എന്ന് പറഞ്ഞാൽ ചിലരിങ്ങനെ സൂര്യനെ പോലെ പൊങ്ങി പൊങ്ങി വരും. ചിലരുടെ ശരീരം ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ടാൽ ഈ സൂര്യൻ ഭൂമിയിൽ നിന്ന് മുളപൊട്ടി ഉദച്ചു വന്ന അങ്ങനെ അതേമാതിരി സൂര്യനെ പോലെ ഇങ്ങനെ പ്രകാശഗോപുരമായിട്ട് ഉദിച്ചുകൊണ്ട് വരും. വേറെ ചിലര് കരിക്കട്ടയായിട്ട് കരിമ്പൂതമായിട്ട് കരിമ്പടക്കെട്ട് പോലെ നിത്യലജ്ജ കൊണ്ട് നിത്യനിന്ദ കൊണ്ട് മൂടപ്പെട്ട് ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ചില കണ്ടാമൃഗം കയറി വരുന്നവരെ ഉച്ചത്തിൽ അട്ടഹാസവും ചീത്തവിളിയും തെറിവിളിയുമായിട്ട് കയറി വരും. ബൈബിളിൽ ദൈവപുത്രൻ അവരെ കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്, വിലാപത്തോടും പല്ലുകടിയോടും കൂടെ അവർ വരും.
ദാനിയേൽ പ്രവചനത്തിൽ 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നിത്യ ലജ്ജ കൊണ്ട് നിത്യ നിന്ദ കൊണ്ട് മൂടപ്പെട്ട് പൊതിയപ്പെട്ട് കരിമ്പൂതം പോലെ അതുങ്ങൾ കയറി വരും. 2 തരത്തിൽ അന്ന് ആളുകൾ കയറി വരും. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, നിങ്ങൾ ഇങ്ങനെ പോയാൽ അന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങളുടെ ശരീരം എങ്ങനെ ഇരിക്കും? മറിയാമ്മ ചേട്ടത്തിയുടെ കാര്യം ചോദിക്കണം. ഇവിടെ ഏതെങ്കിലും അറിയാൻ വേണ്ടി അവരെല്ലാം ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തരും ചിന്തിച്ച് നോക്കിയേ. നിങ്ങളുടെ കാര്യം പോട്ടെ, നിങ്ങളുടെ മക്കള് ഇങ്ങനെ പോയാൽ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കാണേണ്ടി വരും. നിങ്ങളുടെ മക്കൾ നിങ്ങളെ കാണും. അന്ന് ചെറുക്കിട്ട് തോണ്ടി ചോദിക്കും, ആ വിളിക്കണ തെറിക്ക് കണക്കില്ല, ആ മുട്ടം തെറി അങ്ങനെ വിളിച്ചിട്ട് ചോദിക്കും, എനിക്കന്ന് പിറവത്ത് വെച്ച് എന്തൊക്കെയാ കൊടുത്തത്? ഇന്ന് കൊടുത്ത സർവ്വ കാര്യം പറയും. അന്ന് ചിക്കൻ തന്നു, അന്ന് നൂഡിൽസ് തന്നു, അന്ന് പിന്നെ എന്താ അതൊക്കെ തന്നു. എന്തുകൊണ്ട് എൻ്റെ ആത്മാവ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി, എനിക്ക് സ്വർഗം തരാൻ വേണ്ടി ഉത്സാഹിച്ചില്ല എന്ന് ചോദിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് 4 തെറി പറയണ്ട. അന്ന് പറയണ തെറിക്ക് കണക്കില്ല. നിങ്ങൾ കേൾക്കാൻ പോണേ ഉള്ളൂ. ഹല്ലേലൂയ. ഓരോ കാറ്റഗറിസം ടീച്ചറോടും ചോദിക്കും, ഓരോ ഓരോ വൈദികരോടും ചോദിക്കും, ഓരോരുത്തരോടും ഈ നരകത്തിൽപ്പെട്ട ശരീരങ്ങൾ ചോദിക്കും. മുട്ടം തെറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം കുറേ കാലം നമ്മുടെ സൂക്ഷ്മത്തിൽ നമ്മുടെ ശ്രദ്ധയിൽ ഈ കുട്ടികളുണ്ടായിരുന്നതാണ്. അവർക്ക് സ്വർഗം കൊടുക്കാൻ പറ്റിയില്ല. അവർക്ക് ആത്മാവിൻ്റെ സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. ശരീരത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 43-ാം തിരുലിഖിതം, അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രശോഭിക്കും. ചെവിയുണ്ടെങ്കിൽ കേക്ക്. അപ്പോൾ കുറേ പേര് നല്ല സൂര്യന്മാരായിട്ട് വരും. ദേ നോക്കുമ്പം ദേ ഒരു സൂര്യൻ നടന്നു വരണു. അയ്യോ അയ്യോ പരിചയമുള്ളതാണല്ലോ. അയ്യോ നമ്മുടെ പിറവത്തെ വികാരിച്ചല്ലേ വരണത്. കാരണം എന്താ? ഈ കൺവെൻഷൻ നടത്താൻ വേണ്ടി കഷ്ടപ്പെട്ട സ്വർഗത്തിൽ ഒരു നിക്ഷേപമായി മാറിയതാ. പ്രൈസല്ലോ. നമ്മൾ അന്ന് അത്ഭുതപ്പെട്ടു. ദൈവമേ, കാര്യം നമ്മൾ കുറെ ചീത്ത പറഞ്ഞതാ. ഈ കൺവെൻഷൻ വെച്ച് സ്വോത്രം കാഴ്ച പിരിച്ചു അങ്ങനെ അങ്ങനെയൊക്കെ. പക്ഷേ ഈ കണ്ണുനീരെല്ലാം സ്വർഗത്തിൽ നിക്ഷേപമായി മാറും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ നോക്കുമ്പം വേറൊരു ഉഗ്രസൂര്യൻ വരുന്നു. നമ്മുടെ വല്യപ്പൻ. നമ്മൾ വീട്ടിൽ ചീത്തയും പറഞ്ഞ് തെറിയും പറഞ്ഞ് പഴഞ്ചൻ വിദ്യാഭ്യാസമില്ല എന്നൊക്കെ പറഞ്ഞ് ആ വല്യപ്പൻ ഇന്നും കൊന്തയും ചൊല്ലി രാവിലെ കുർബാനയ്ക്ക് പോയി ഈ മക്കൾ എന്തൊക്കെ നിഷേധിച്ചാലും നിന്ദിച്ചാലും അതൊന്നും വകവെക്കാതെ പ്രാർത്ഥനയും ദൈവവും ദൈവകാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോയി വല്യപ്പൻ സ്വർഗത്തിൽ വലിയ കിരീടവും വലിയ അഭിഷേകമായി എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാ വലിയൊരു കരിമ്പൂതം, വലിയ കരിമ്പടക്കെട്ടുമായിട്ട് ഇങ്ങനെ നിത്യ ലജ്ജ കൊണ്ട് നിത്യ നിന്ദ കൊണ്ട് മൂടപ്പെട്ട് ചീത്തയും തെറിയും അട്ടഹാസമായിട്ട് ദേ കയറി വരണം. നോക്കുമ്പോ ദേ നമ്മുടെ പറയണില്ല. ചേട്ടാ ഇന്ന് വിളിക്കണ്ട, അതിനു മുമ്പേ 4-5 തെറി ഒന്നിച്ചിങ്ങോട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ജീവിച്ചിരുന്ന കാലത്ത് ശരീരത്തിൻ്റെ വിശുദ്ധിയെ കുറിച്ച് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അന്ന് മുട്ടൻ തെറി വിളിച്ച് ചോദിക്കും, ഇത്രയും കാലം ഞാൻ തന്ന കഴിച്ചു നിന്നിട്ട് എന്തുകൊണ്ട് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നിങ്ങൾ ഉത്സാഹിച്ചില്ലെന്ന് അന്ന് കരഞ്ഞ് നിലവിളിച്ച് ചോദിക്കും. പക്ഷെ അന്ന് ആർക്കും ആരെയും സഹായിക്കാൻ പറ്റാത്ത സമയം. എന്തെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ അവനവൻ്റെ ഓരോ കുടുംബാംഗങ്ങളുടെ ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുക. ഉപദേശം കൊടുക്കേണ്ട സമയത്ത് ഉപദേശം കൊടുക്കുക, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുക, പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കുക. നമുക്ക് ഇച്ചിരി ചീത്തയും തെറിയും കിട്ടിയാലും ശരി, നമ്മൾ പറയേണ്ടത് കൊണ്ട് പറയാതിരുന്നിട്ട് അതുങ്ങൾ നരകത്തിൽ പോകാൻ ഇടവരരുത്. മക്കളെ പറഞ്ഞു കൊടുക്കണം. കുട്ടികളെ, നിങ്ങളുടെ അപ്പനും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുങ്ങളൊക്കെ നരകത്തിൽ പോയി കിടന്നാൽ പിന്നെ ഒരു കാലത്ത് ഒരാൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ എന്ത് തന്നെ കൊടുത്താലും ശരി, എത്ര പണം കൊടുത്താലും അവിടെ നിങ്ങൾ കയറ്റിക്കൊണ്ട് ജാമ്യം കിട്ടുമെന്ന് വിചാരിക്കരുത്. ജാമ്യമില്ല രാജ്യമാണ് നരകം. പരോളില്ലാത്ത രാജ്യമാണ് നരകം. പ്രൈസ് ദി ലോർഡ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ പെട്ടാൽ എന്നേക്കുമായി നശിച്ച്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ ദാനിയേൽ പ്രവചനത്തിൽ 12:2 പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും, ചിലർ നിത്യരക്ഷയ്ക്കായും അനേകർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കും വേണ്ടി തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഇതാണ് തിരുസഭയുടെ ഉത്ബോധനത്തിലും വചനത്തിലും നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ അവസാന സ്ഥിതിയെക്കുറിച്ച് കാണുന്നത്. എന്നാലും എനിക്കൊരു സംശയം, ഇതേ ശരീരം തന്നെ ഉയർത്തെഴുന്നേൽക്കുമോ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സ്വർഗത്തിലേക്ക് ഒരു പുതിയ ശരീരമായിരിക്കുമോ നമുക്ക് ലഭിക്കുന്നത്? അതായത് ഈ 5 അടി അല്ലെങ്കിൽ 6 അടിയില്ല, ഒരു 5 അടി 5 ഇഞ്ച് അല്ലെ 6 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ അത്രയുള്ള ശരീരമായിരിക്കുമോ, അല്ലെങ്കിൽ വേറെ സ്വർഗത്തിലേക്കുള്ള ശരീരം നമുക്ക് കിട്ടുമോ എന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ സഭയുടെ പ്രബോധനത്തിൽ കൗൺസിൽ ഓഫ് ലിയോൺസ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇതേ ശരീരങ്ങളുടെ ഉയർപ്പിൽ നാം വിശ്വസിക്കുന്നു. 999 ഖണ്ഡികയിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 999 ഖണ്ഡികയിൽ സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, എല്ലാവരും അവരവർ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ഇതേ ശരീരങ്ങളോടെ ഉത്ഥാനം ചെയ്യും. എന്നാൽ ഈ ശരീരം മഹത്വപൂർണമായ ശരീരമായി മാറും. എല്ലാവരും അവരവർ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ഇതേ ശരീരത്തോടെ ഉത്ഥാനം ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ അവരവർക്ക് എന്ത് ശരീരമാണുള്ളത്, ആ ശരീരം തന്നെ ആയിരിക്കും നമുക്ക് മരിച്ച് സ്വർഗത്തിലേക്ക് വരുമ്പോൾ ലഭിക്കുന്ന ശരീരം. പ്രിയപ്പെട്ട സഹോദരൻ, എല്ലാവരും അവരവർ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ഇതേ ശരീരത്തോടെ ഉത്ഥാനം ചെയ്യും. എന്നാൽ ഒരു വ്യത്യാസം വരും. എന്താ വ്യത്യാസം? ഈ ശരീരം ഒന്നുകിൽ കൂരാക്കൂരി ഇരുട്ട് നിറഞ്ഞതായിട്ട് അങ്ങനെ മാറും, അല്ലെങ്കിൽ സൂര്യനെ പോലെ മഹത്വപൂർണമായ ശരീരമായത്. നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ശരീരത്തിന് വ്യത്യാസം വരും. നല്ല നിത്യജീവന് വേണ്ടി ഉയർക്കുന്ന ശരീരമാണെങ്കിൽ ഇത് സൂര്യനെ പോലെ മഹത്വപൂർണമായ ശരീരമായി മാറും. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. എന്താ മഹത്വപൂർണമായ ശരീരമായി മാറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിന് മഹത്വപൂർണമായ ശരീരമായി മാറാൻ പറ്റുമോ? ഞാൻ എപ്പോഴും ചിന്തിച്ച് വിഷമിച്ചിരുന്നൊരു കാര്യമാണ്, എങ്ങനെ ഈ ശരീരം മഹത്വപൂർണമായ ശരീരമായി മാറും. ഈ ശരീരത്തിന് അങ്ങനെ മഹത്വപൂർണമായ ശരീരമായി, അതായത് ഇപ്പോൾ ഇതിനകത്ത് ഉള്ളത് നമ്മുടെ ഇവിടുത്തെ ഈ ഭൂമിയിലുള്ള നമ്മൾ കഴിച്ച കപ്പയുടെ കുറച്ച് അംശമുണ്ട്, ചോറിൻ്റെ കുറച്ച് ഭാഗമുണ്ട്, വെള്ളം കുടിച്ച കുറേ വെള്ളം കിടപ്പുണ്ട്, പിന്നെ കുറച്ച് മിനറൽസൊക്കെ ഉണ്ട്, കുറച്ച് എലമെൻസൊക്കെ ഉണ്ട്. ഇതെങ്ങനെ സ്വർഗത്തിൽ വ്യാപരിക്കും, മഹത്വപൂർണമായ ശരീരമായി മാറും? അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1-2 വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജീവിതത്തിലെ സംഭവമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അവിടെ യേശു ഒരു ദിവസം രാവിലെ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ കൂട്ടിക്കൊണ്ട് ഒരു മലയിലേക്ക് പോയി. ബാക്കിയുള്ളത് വായിച്ചേ. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം, അവന്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി എന്ന് പറഞ്ഞാൽ രാവിലെ കഴിച്ച ബ്രെഡും കുടിച്ച പാനീയവും ഒക്കെ വയറ്റിൽ കിടപ്പുണ്ട്. നമ്മളുടെ രീതിയിലാണെങ്കിൽ നമ്മൾ കഴിച്ച ഇഡ്ഡലിയും ചട്നിയും ചായ എല്ലാം വയറ്റിൽ കിടക്കുക. നമ്മൾ ഇവിടുത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചൊരു തുണിയാണ് ഇട്ടിരിക്കുന്നത്. ആ തുണിയോട് കൂടെ മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയതാ. ക്ഷണനേരം കൊണ്ട് എന്തായി മാറി? അവരുടെ മുമ്പിൽ വെച്ച് ക്ഷണനേരം കൊണ്ട് അവന്റെ മുഖം സൂര്യനെ പോലെയായി മാറി. യേശുവിന്റെ മുഖം ശരിക്കും ഇവിടെ രക്തവും വെള്ളമൊക്കെ ഉണ്ടായിരുന്ന മുഖമായിരുന്നു. അതങ്ങോട്ട് മാറിയിട്ട് അത് പ്രകാശം മാത്രമായി. അവന്റെ മുഖം സൂര്യനെ പോലെ കാണപ്പെട്ടു. അവന്റെ മുഖം വെട്ടിത്തിളങ്ങി സൂര്യനെ പോലെ. അവന്റെ വസ്ത്രവും, ശരീരത്തിലുള്ള വസ്ത്രവും ചെരുപ്പും എല്ലാം എന്തായി? പ്രകാശമായി മാറി. കംപ്ലീറ്റ് പ്രകാശം. ഒരു സെക്കൻഡ് മതി ദൈവത്തിന് അങ്ങനെ ആക്കി മാറ്റാനായിട്ട്. ദൈവത്തിന്റെ അതാണ് തൻ്റെ സർവാതീതമായ ശക്തി കൊണ്ട് നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ അവൻ രൂപാന്തരപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം അവിടെ 21-ാമത്തെ തിരുലിഖിതം എങ്ങനെയാണ് ഈ ശരീരം രൂപാന്തരപ്പെട്ട് മഹത്വപൂർണമായ ശരീരമായി മാറുന്നത്? ഫിലിപ്പി ലേഖനം 3-ാം 21 പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്, സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. അതിനൊരു സാമ്പിളാണ് താബോർ മലയിൽ യേശുവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് യേശു നമുക്ക് കാണിച്ചു തന്നത്. ഈ ശരീരത്തെ ക്ഷണനേരം കൊണ്ട് മാറ്റാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. കുറച്ചുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ഇതേ ശരീരം തന്നെയാണ്
രൂപാന്തരപ്പെട്ട് വരുന്നത് എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലെ 39-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? യേശു ക്രിസ്തുവിനെ കല്ലറയിൽ അടക്കി. യേശു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം ശിഷ്യന്മാർ പേടിച്ചരണ്ട് ഒളിച്ചിരുന്ന ആ മുറിയിലേക്ക് യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ ഭയന്ന് വിറച്ചു. അവർ പറഞ്ഞു, ഭൂതം ഭൂതം എന്നൊക്കെ പറഞ്ഞു ഭയന്ന് വിറച്ചു. അപ്പോൾ യേശു പറഞ്ഞു, ഭയപ്പെടണ്ട, ഇത് ഞാൻ തന്നെ. നിങ്ങൾ വന്ന് എൻ്റെ കൈകളും കാലുകളും കാണുവിൻ. എന്താ യേശുവിൻ്റെ കൈകളുടെയും കാലുകളുടെയും പ്രത്യേകത? എന്താണ് യേശുവിൻ്റെ കൈകളുടെയും കാലുകളുടെയും പ്രത്യേകത? ആണിപ്പഴുതുകൾ, ആണികൾ തറച്ച കൈകൾ, ആണികൾ തറച്ച കാലുകൾ. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് അവിടെ ആ മുറിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന യേശുവിൻ്റെ കൈകളിൽ എന്തുണ്ട്? ആണി തറച്ച ആ പാട്. അപ്പോൾ യേശു ആ പാട് കാണിച്ചു കൊടുത്ത് പറയാണ്, നിങ്ങൾ വന്ന് എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുവീൻ. തോമസ് ലീഗായുടെ മുമ്പ് പ്രത്യക്ഷപ്പെട്ടിട്ട് ആ വിലാവ് കാണിച്ചു കൊടുത്തപ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ശരീരം കല്ലറയിൽ വെക്കുന്ന അതേ ശരീരം തന്നെയാണ് ഉയർത്തെഴുന്നേറ്റ് വരുന്നത് എന്ന് തന്നെയാണ് ദൈവവചനം നമുക്ക് തരുന്ന അറിയിപ്പ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമാലേഖനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. അതാണ് 8-ാം അധ്യായം 11-ാം വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇതെങ്ങനെ സംഭവിക്കും? കല്ലറയിൽ വെച്ച ശരീരം എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും? റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം ഒരുമിച്ച് ഉറക്കെ വായിക്കാം. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്നതിന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ഈ ഭൂമിയിലെ ജീവിതം വെറുതെ ഒരു പാഴ്ക്കിനാവല്ല. ഈ ഭൂമിയിലെ ജീവിതം വ്യർത്ഥമായൊരു ജീവിതമല്ല, വെറും ഒരു മായയല്ല. ഈ ജീവിതം കൊണ്ട് ലക്ഷ്യമുണ്ട്, ഇതിന് അർത്ഥമുണ്ട്. ഇവിടെ സഹിക്കുന്ന സഹനങ്ങൾക്ക് വിലയുണ്ട്. ഇവിടുത്തെ ക്ലേശങ്ങൾക്കും ഇവിടുത്തെ ഒരു സത്യത്തിന് നീതിക്ക് വേണ്ടി നിലകൊണ്ടുവരുന്ന കഷ്ടപ്പാടുകൾക്കും വിലയും അർത്ഥവുമുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ സ്തുതിക്കുന്നതിന്റെ ഇരട്ടി സ്വരത്തിൽ സ്തുതിക്കട്ടെ. കുട്ടികൾ സ്വരമുയർത്തി. ഓ ജീവിക്കുന്ന ദൈവത്തിന്റെ അരൂപിയേ, എന്നിൽ പുതിയതായി നിബന്ധിച്ച് എന്നെ ഉരുക്കി വാർക്കണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ, വിശുദ്ധിയുള്ള ഒരു ശരീരമായി തീരാൻ എന്നെ സഹായിക്കണമേ. കൈകൾ ഉയർത്തി ദാഹത്തോടെ ജീവിക്കുന്ന ദൈവത്തിന്റെ അരൂപിയേ, ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കണമേ. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കണമേ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുത്തു, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. കരങ്ങൾ ഉയർത്തി ഉറക്കെ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുത്തു, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. കരങ്ങൾ ഉയർത്തി 3 ഹല്ലേലൂയ ഉറക്കെ പറയാം. പ്രൈസ് ദി ലോർഡ്.